കലക്കി പാലേ മര്യാദക്ക് തിളയ്ക്കുന്നുണ്ടോ? എന്റെ കൺമുന്നിൽ വെച്ച് തിളച്ച എന്താ നിനക്ക് കുഴപ്പം? ആള് മറിയ അപ്പൊ തിളയ്ക്കാൻ കാത്തിരിക്കും അല്ലേ? കൊള്ളപ്പോലെ. ആ ദേ പോയി പാല്. അമ്മ എന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്ററോടെ അമ്മേനെ വെറുതെ പ്രാന്ത് പിടിപ്പിക്കരുത്. അപ്പോയിന്റ്മെന്റ് ലെറ്റർ എവിടെയെന്ന്? അമ്മ ഇന്നലെ പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ടുവന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റർ എവിടെയെന്ന് ചോദിച്ചു. അതെടുത്ത് കത്തിച്ചല്ലേ? ആ കത്തിച്ചു. സമാധാനായോ? എന്തൊരു കഷ്ടമാണമ്മേ. സ്ഥിരമുള്ളതാണ് ഈ കൈ കിട്ടുന്ന സാധനം എടുത്ത് കത്തിക്കല്. ഈ പണിക്ക് ഞാൻ പോകേണ്ടതാണ് പറയണത്. മക്കളെ പണിക്ക് വിടാതെ ഏക മാതാപിതാക്കളാണ് നിങ്ങൾ രണ്ടുപേരും. അതെ എടാ, 3 തലമുറയ്ക്ക് ഉണ്ടുറങ്ങി കഴിയാനുള്ള സ്വത്തുണ്ട് ഇവിടെ. നീ എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും നിന്നെ ഞങ്ങൾ പണിക്ക് വിടൂല. ഐ ഹേറ്റ് യുവർ ജോബ്. അമ്മ നീ പാലെടുത്ത് കുടിക്കടാ ചക്ക. ഇതിൽ പാട കെട്ടിയേക്കാണ്. എനിക്ക് വേണ്ട പാട കെട്ടി. എനിക്ക് ഇഷ്ടമല്ല. പാലില് പിന്നെ പാട ഇല്ലാതെ പാവാട വലിച്ചു കെട്ടാൻ പറ്റും? ആ തൽക്കാലം മോനെ അച്ഛനോട് പോയി ചോദിക്ക്, ഉച്ചയ്ക്ക് പാലട വേണോ പരിപ്പ് പായസം വേണോന്ന്. ചെല് ചോദിക്കടാ. അച്ഛാ, ഉച്ചയ്ക്ക് പാലട വേണോ പരിപ്പ് പായസം വേണോന്ന്? പാലട പരിപ്പ് പായസം. എനിക്ക് സേമിയ മതി. ആ ഫസ്റ്റ് സേമിയ മതി. ഞാനേ സേമിയ തന്നെ ഉണ്ടാക്കുന്നേ. എനിക്കറിയാടാ, നിന്റെ അച്ഛൻ അത് തന്നെ പറയുന്നു. മനസ്സിലായോ? ആ നീ അച്ഛനോട് ചോദിക്ക്, സേമിയയിലിടാൻ ഈ ഉണക്കമുന്തിരിയും കശുവണ്ടൊക്കെ നെയ്യിൽ വറക്കണമെന്ന് ചോദിക്ക്. വേണമെങ്കിൽ പോയി ചോദിക്ക്. എടാ 10-20 കൊല്ലമായി ഞാനിത് കാണാൻ തുടങ്ങിയിട്ട്. ഒരു നല്ല ദിവസമായിട്ട് ഇന്നെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കൊന്നും മിണ്ടിക്കൂടെ? ഈ 20 കൊല്ലത്തിന്റെ ഇടയ്ക്ക് എത്ര നല്ല ദിവസം വന്നു പോയതാ. എന്നിട്ട് നിന്റെ അച്ഛൻ എന്റെ അടുത്ത് മിണ്ടിയോ? ഇല്ലല്ലോ. പിന്നെയാണ് ഇന്ന്. നിങ്ങളുടെ ഇടയിൽ കിടന്ന് മിണ്ടിയും പറഞ്ഞു ഇല്ലാണ്ടാണ് എന്റെ കരിയറാണ്, അറിയോ? എങ്കിലേ എന്റെ മുമ്പേ നല്ലൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ടു വാ. എന്നിട്ട് അവളെ ഞങ്ങളുടെ ഇടയിൽ നിർത്തിയിട്ട് നീ ജോലിക്ക് പോയിക്കോ. അമ്മ ആ മാറ്റർ വിട്. എന്റെ ലൈഫില് ഇനി വേറെ പെണ്ണില്ല. മോനെ സച്ചി, പോടുന്നു. എത്രാമത്തെ ജോലി അമ്മ കത്തിച്ചു. വിഷുവായിട്ട് ഈ കാക്കൾ മുഴുവൻ അവിടെ പോയി. അതേരിക്കും അടുത്താണ്. അച്ഛന് നല്ല ദിവസമായിട്ട് ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ വന്നുകൂടായിരുന്ന? വെറുതെ എന്തിനാടാ ഈ ദൈവകോപം മേടിച്ച് എന്റെ തലയിലോട്ട് വെക്കുന്നത്? അമ്പലത്തിൽ വന്ന ദൈവകോപോ? ഈടാ ഇന്ന് വിഷുവായിട്ട് നല്ല ഒന്നാന്തരം പെമ്പിള്ളേര് പട്ടുസാരിയൊക്കെ കൊടുത്ത് മുല്ലപ്പൂക്കെ ചൂടി അമ്പലത്തിൽ തൊഴാൻ വരും. അവരെ കാണുമ്പോൾ എൻ്റെ മനസ്സിളകും, പ്രാർത്ഥിക്കാനുള്ള കോൺസെൻട്രേഷൻ പോവും, ദൈവത്തിന് എന്നോട് കലിപ്പുമാവും. ദൈവകോപം ഉണ്ടാവാൻ വേറെ വല്ല കാരണം വേണോ? ഈ ഒറ്റ കാരണം കൊണ്ടല്ലടാ ഞാൻ ഈ ഗുരുവായൂർ പോലും പോവാത്തത്. ഇത്ര നാൾ മനസ്സമാധാനമായിട്ട് ശബരിമലയിൽ പോയിക്കൊണ്ടിരുന്നതാ. ഇനിയിപ്പോൾ അതും നടക്കുമെന്ന് തോന്നുന്നുണ്ട്. അമ്മയോട് അമ്പലത്തിൽ പോയിരിക്കാൻ ഓരോ കാരണങ്ങൾ പറഞ്ഞു നോക്കി. എടാ വിഷുവായിട്ടൊരു 85 കിലോ ഇറച്ചി ടീഷർട്ടിൽ പൊതിഞ്ഞ് സ്കൂട്ടറിൽ കൊണ്ടുവരണ. അതെന്റെ കൂട്ടുകാരന് ഉണ്ണിയാണ്. എന്നാ ഇത് അവനിരിക്കട്ടെ. അച്ഛനാ വിഷു എന്താടാ? ചതിച്ച് പാല് കൊടുത്ത് വളർത്തിയ കൈക്ക് എന്നെ കൊത്തി. അച്ഛാ ജസ്റ്റ് ഫോർ എ രസം. ഇവിടെ നിന്ന് അച്ഛനെയും രസം വിളമ്പും. എന്താടാ കാര്യം പറ. എനിക്ക് അവളോട് പ്രതികാരം ചെയ്യണം. ഏതാണ് പെണ്ണ്? അച്ഛൻ കാണാത്ത ഏത് സ്ഥലത്ത് പോയി എന്ന് പറയാം. പറ. അച്ഛനോട് എറിഞ്ഞോടിയുണ്ടാവും. അച്ഛന് തലയ്ക്കെന്തോ തകരാറുണ്ടോ? ജസ്റ്റ് ഫോർ രസം. ഈ കാര്യം പറ. എല്ലാ ചെക്കന്മാരും അവരവരുടെ പെൺകുട്ടികളെ ആദ്യമായിട്ട് കാണുന്നത് ബീച്ചിലോ കോഫി ഷോപ്പിലോ ഉത്സവപ്പറമ്പിലോ ആയിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ ഓർമ്മയെ കണ്ടത് ഇവിടെയൊന്നുമല്ല, പിന്നെ ടിക്ടോക്കിലാണ്.